നവകേരള സദസ്സിനിടെ കാക്കനാട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. തൃക്കാക്കരയിൽ നിന്ന് 8 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ചേർന്നു. ശ്രീകാന്ത്, കരിങ്കുടിയാണോ? ഇന്ന് വൈകുന്നേരത്ത് അവിടെ നവകേരള സദസ്സ് നടക്കാനുള്ളതാണ്. അതിന് തൊട്ട് സമീപത്താണ് കരിങ്കുടിയും അതോടൊപ്പം തന്നെ നവകേരള സദസ്സിനെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു ചെറിയ മാർച്ച് എന്ന് വേണമെങ്കിൽ പറയാം അവിടേക്ക് എത്തിയത്. ഇതിനിടയിലാണ് പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായി. ഈ തൃക്കാക്കര നഗരസഭാ പ്രദേശത്ത് നിന്നാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത്. സ്വാഭാവികമായും കരിങ്കുടി പ്രതിഷേധം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് പോലീസ് പറയുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ സുജിത് അത്താണി, സിൻഡോ എന്നിവരുടെ നേതൃത്വത്തിൽ 8 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഉച്ച കഴിയുമ്പോഴേക്ക് ഏതാണ്ട് ഒരു 3 മണിയോടെ മുഖ്യമന്ത്രിയും മന്ത്രിസംഘവും അവിടേക്ക് എത്തുമ്പോൾ കരിങ്കുടി കാണിക്കുക, അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്ന ഉദ്ദേശവും ഇവർക്കുണ്ടായിരുന്നു എന്ന് പോലീസ് കണക്കുകൂട്ടുന്നു. തൽക്കാലം അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷവും സമാനമായ രീതിയിൽ പ്രതിഷേധമുണ്ടാകും എന്ന് യൂത്ത് കോൺഗ്രസ് ഇതിനോടകം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നവകേരള സദസ്സിനുടനീളം നമ്മൾ ആ പ്രതിഷേധങ്ങൾ അടിച്ചുതുക്കലുകളൊക്കെ കണ്ടതാണ്. ഇപ്പോൾ ആ സദസ്സ് ഔദ്യോഗികമായി പൂർത്തിയായപ്പോൾ ആ പ്രതിഷേധങ്ങൾ ഏതാണ് തീർന്നതാണ്. അപ്പോൾ അതിനുശേഷം മാറ്റിവെച്ച ഒരു സദസ്സ് നടത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. വലിയ പ്രതിഷേധ പ്ലാൻ ഉണ്ടോ യൂത്ത് കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും? ഇന്ന് ഈ തൃക്കാക്കരയിൽ കണ്ട പ്രതിഷേധത്തിന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ സാധ്യത തള്ളിക്കളയേണ്ടതില്ല. കാരണം അപ്രതീക്ഷിതമായാണ് ഇവർ 8 പേരടങ്ങുന്ന സംഘം അവിടെ കൂടി നിന്നത്. സ്വാഭാവികമായും മുഖ്യമന്ത്രി ഇന്ന് പിറവത്തേക്കും പോകുന്നുണ്ട്. അവിടെ KSRTC ബസ് സ്റ്റാൻഡിലാണ്, ആ മൈതാനത്താണ് പരിപാടി നടക്കുന്നത്. പോകുന്ന വഴിയിലൊക്കെ തന്നെ കരിങ്കുടി പ്രതിഷേധത്തിനും മറ്റും യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെ പദ്ധതിയിടുന്നുണ്ട്. തള്ളിക്കളയേണ്ടതില്ല. ഒരുപക്ഷെ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള വേദിയായി ഈ നവകേരള സദസ്സിനെ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. പ്രതിപക്ഷ യുവജന സംഘടനകൾ അക്കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. എസ് ശ്രീകാന്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.